കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ട് കേസിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നില്ല എന്നും ഇഡി ഹൈക്കോടതിയിൽ. സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജി തള്ളണമെന്നും ആവശ്യമുണ്ട്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പുമില്ല, താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നുള്ള പ്രതികരണങ്ങളൊക്കെ, തോമസ് ഐസക്കിന്റെ പ്രതികരണമൊക്കെ ഇന്നലെ നമ്മൾ കേട്ടു. ഇഡി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇതിൽ ഇഡി നടത്തുന്നത്. വീണ്ടും കിഫ്ബി അധികൃതർക്ക് ഇഡി സമൻസ് അയച്ചിരുന്നു, ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിലെത്തിയത്. ആ ഹർജി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇഡി കിഫ്ബിക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത് അവർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ എല്ലാ അധികാരവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അത് ഹൈക്കോടതി തന്നെ അംഗീകരിച്ചതാണ്. പക്ഷേ അന്വേഷണത്തിനായി വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ രേഖകൾ ഹാജരാക്കാൻ കിഫ്ബി തയ്യാറാകുന്നില്ല എന്നതാണ് ഇഡി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചില രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് ആവശ്യപ്പെട്ടത്. അത് ഹാജരാക്കാനാണ് കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് വീണ്ടും സമൻസ് നൽകിയത്. എന്നാൽ അവർ സമൻസ് അനുസരിക്കാതെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഹർജി തള്ളണമെന്ന ആവശ്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഇന്ന് ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിഗണനാ വിഷയങ്ങളിൽ കിഫ്ബിയുടെ ഹർജിയില്ല, അത് അടുത്ത ദിവസമായിരിക്കും വരിക. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഹൈക്കോടതിയിൽ ഉണ്ടാകും. നേരത്തെ തോമസ് ഐസക്കിനും കിഫ്ബി നൽകിയത്.